വിവാദങ്ങൾക്കിടെ ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി നടത്തിയ കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ടു. ഭാരതാംബ സർവകലാശാല തർക്കങ്ങൾക്ക് പാരമ്യത്തിൽ എത്തിയിരിക്കെയാണ് ചർച്ചകൾ നടത്തിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ഹാൻസ് ജോണുണ്ട്. ഹാൻസ്, 1 മണിക്കൂറോളം നീണ്ടു കൂടിക്കാഴ്ച, വിശദാംശങ്ങൾ പറയൂ. ഇന്ന് വൈകിട്ട് 3:30 മുഖ്യമന്ത്രി ഗവർണറെ കാണാൻ രാജ്ഭവനിലെത്തിയത്. ഏകദേശം 1 മണിക്കൂറിലധികം കൂടിക്കാഴ്ച നീണ്ടു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാജ്ഭവന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം വളരെ സൗഹൃദപരമായിരുന്നു കൂടിക്കാഴ്ച എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായ രീതിയിലാണ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്കിടയിൽ നിലവിലെ കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധി, അതിനോടൊപ്പം തന്നെ KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം, സംസ്ഥാനത്തെ മറ്റു സർവകലാശാലകളിലെ സ്ഥിര VC നിയമനം, നിലവിൽ ഗവർണറുടെ പക്കലുള്ള 2 ബില്ലുകളുണ്ട്. നിയമസഭ പാസാക്കിയ 2 ബില്ലുകളുണ്ട്. ഒന്ന് സ്വകാര്യ സർവകലാശാല ബില്ല്, അതിനോടൊപ്പം തന്നെ സർവകലാശാല നിയമ ഭേദഗതി ബില്ല്. ഈ 2 ബില്ലുകളിലും അംഗീകാരം നൽകുക അല്ലെങ്കിൽ അടിയന്തര നടപടി സ്വീകരിക്കുക എന്നതടക്കമുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അനുകൂലമായ നിലപാട് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് പ്രധാനമായും നിലവിൽ കേരള സർവകലാശാലയിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും വൈസ് ചാൻസലർ 2 തട്ടിലാണ്. ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് അടിയന്തരമായി രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക, ഭരണപ്രതിസന്ധി മാറ്റിയെടുക്കാൻ ചാൻസലറായ ഗവർണറുടെ ഭാഗത്തു നിന്ന് എന്ത് നീക്കമാണ് ഉണ്ടാകേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നീക്കം ഉണ്ടാകും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ KTU ഡിജിറ്റൽ സർവകലാശാലയിൽ താൽക്കാലിക VC നിയമനത്തിനായി 3 അംഗ പാനലുകൾ സർക്കാർ ഇതിനോടകം സമർപ്പിച്ചിരുന്നു. ഈ പാനലിൽ നിന്ന് നിയമനമുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. വരും ദിവസങ്ങളിലോ വരും മണിക്കൂറിലോ നിയമനം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ തന്നെയാണ് ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കേരളത്തിലെ മറ്റ് സർവകലാശാലകളിൽ സ്ഥിരമായി VC എങ്ങനെ നിയമിക്കാം, അതിനുള്ള നിയമസാധുത എങ്ങനെയാണെന്നതടക്കമുള്ള പരിശോധിക്കാനുള്ള കാര്യങ്ങളും ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനോടൊപ്പം തന്നെ ഗവർണറുടെ പക്കലുള്ള 2 ബില്ലുകൾ, ഈ ബില്ലുകളിലും ഗവർണർ അടിയന്തരമായി നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ശരിതാണ്. ഭാരതാംബ സർവകലാശാല തർക്കങ്ങൾ രൂക്ഷമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇന്ന് രാജ്ഭവനിലെത്തിയ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു. ഹാൻസ് ജോണാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.